നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാണ് കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചാലുള്ള ഗുണം. ഇതിപ്പോ ഇനി നമുക്കുള്ളതല്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഈ ഇരിക്കുന്ന സ്വർണത്തിൽ നമുക്കെന്താ അവകാശം? സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ, തിരുത്താനല്ലേ പറ്റൂ. തിരുത്തണം. നീ പോയി പ്രിയങ്ക മോളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. അത് പറ്റില്ല സാർ. എങ്കിൽ പിന്നെ നീ എനിക്കിവിടെ കാവലിരിക്കണമെന്നില്ല. അസുഖം മാറി എനിക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു വരണമെന്നുമില്ല. ഞാനിവിടെ കിടന്ന് അവസാനിക്കുകയാണെങ്കിൽ അവസാനിച്ചോട്ടെ. എന്താ ഈ പറയുന്നേ? അതേ പത്മിനി, എന്റെ അന്തസ്സിനെ കുറിച്ച് ഞാൻ എപ്പോഴും ബോധവാനായിരിക്കും. അതുപോലെ തന്നെയാ എനിക്ക് ചുറ്റുമുള്ളവരുടെ അന്തസ്സിന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യവും. ആ കുടുംബത്തിന്റെ വേദന കാണാൻ എനിക്ക് കണ്ണില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അങ്ങനെ ഒരു ശാപം വാങ്ങിവെക്കാൻ പറ്റില്ല എനിക്ക്. പ്രിയങ്ക മോളെ നീ പോയി തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം. വരുൺ, നീ വന്നേ. അച്ഛൻ നല്ല വാക്കുകളിൽ അതെല്ലാം പറഞ്ഞത്. പക്ഷേ അതൊക്കെ അച്ഛന്റെ ഉള്ളിലെ നീറ്റല്ല. എന്താ നിന്റെ തീരുമാനം? അതൊക്കെ അടഞ്ഞ അധ്യായമാണമ്മ. എടാ, അതൊക്കെ ആലോചിച്ച് വേദനിച്ച് അച്ഛൻ എന്തെങ്കിലും പറ്റിയാ നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഇവിടുന്ന് പോയാലും അച്ഛന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരുപാട് ദിവസങ്ങളെടുക്കും. മനസ്സിനൊരു വേദനയും ഇല്ലാതെ അച്ഛനെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാ. അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രിയങ്ക വിളിച്ചോണ്ട് വരാൻ നിനക്ക് കഴിയില്ലേ? ശരിയമ്മ, അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. ശരത്തെ. പ്രിയങ്ക, ഇന്ന് ഈവനിങ് നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. എന്തിന്? പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ചേംബറിൽ രജിസ്റ്റർ ചെയ്യണം. മാത്രമല്ല ഡയറക്ടർക്കുള്ള അഡ്വാൻസും കൊടുക്കണം. ഇന്നോ? എല്ലാവരും നമ്മുടെ സൗകര്യത്തിന് കാത്തിരിക്കില്ല. താൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ അവരൊക്കെ വിളിച്ചു പറയാം. വേണ്ട, ഞാന് ഇവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കിയിട്ട് 5 മിനിറ്റിനുള്ളിൽ വിളിക്കാം. ശരി. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നേ? ഇതെവിടുന്നാ മോളെ? ഇതാ കണിമംഗലത്തുള്ളവര് എനിക്ക് തന്ന സ്വർണം. അയ്യോ,
എല്ലാത്തിനും നല്ല തൂക്കമുണ്ട്. എല്ലാം നല്ല പണിത്തരോ. എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ഇത്രയും പൊന്ന് ഒരുമിച്ച് കണ്ടിട്ടില്ല. വാ, നമുക്ക് എല്ലാരെയും ഒന്ന് കാണിക്കാം. അയ്യോ മുത്തശ്ശി വേണ്ട. മുത്തശ്ശി ആടിയേക്ക്. വാ ഇങ്ങോട്ട്. വാ. ഞാൻ പറയുന്നൊന്ന് വാ. വേണ്ട. ദേവാ, അവിടെ കൊണ്ട് യശോദേ, വെക്കാൻ ഒന്നും കാണിക്കണ്ട മുത്തശ്ശി. ദേവാ, ഇങ്ങോട്ട് വാ പെട്ടെന്ന്. എല്ലാരും വാ. എന്താ അമ്മേ? എന്താ ഇത് കണ്ടോ? കണിമംഗലത്തുകാര് മോക്ക് കൊടുത്തിരിക്കുന്ന ആഭരണങ്ങളും ഉണ്ടോ? ഇത് ഒരുപാടുണ്ടല്ലോ. പിന്നെ ഉണ്ടാവാതിരിക്കോ? കണിമംഗലത്തുകാര് ചില്ലറക്കാരാണോ? ഇതാണ് കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചാലുള്ള ഗുണം. ഇതിപ്പോ ഇനി നമുക്കുള്ളതല്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ആ, ഈ ഇരിക്കുന്ന സ്വർണത്തിൽ നമുക്കെന്താ അവകാശം? ഇത് അവരുടേതല്ലേ? ആ, ഇവിടെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ തെറ്റാ. എന്നുവെച്ച് എടാ, അവരത് സ്നേഹത്തോടെ കൊടുത്തതല്ലേ? അതിലും സ്നേഹത്തോടെ ഒരു മകനെ കൊടുത്തിരുന്നു. അതിനെ വലിച്ചെറിഞ്ഞിട്ട് പോരുമ്പോ ഈ പൊന്നിന് മാത്രം എന്താ പ്രത്യേകത? ദേവേട്ട, കുട്ടികൾ തമ്മിലുള്ള പിണക്കം സംസാരിക്കുകയോ മറക്കുകയോ ചെയ്യട്ടെ. ദേവേട്ടൻ ഇത് ഇപ്പൊ തന്നെ കണിമംഗലത്ത് കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കണം. അല്ലെങ്കിൽ ഇവൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ചീത്തപ്പേരാവും. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ആഭരണങ്ങൾ വേണമെങ്കിൽ വരുൺ ഇങ്ങോട്ട് വരട്ടെ. എന്നോട് ചോദിക്കട്ടെ. നീ മിണ്ടരുത്. നിബന്ധനകൾ വെക്കാനുള്ള പ്രവൃത്തിയൊന്നല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നു. മടരാധിക അധികം വാങ്ങ്. ഇവിടെ എന്തിനാ ഇതില് തൊടിയിപ്പിക്കുന്നേ? അവളെ തൊട്ടിട്ട് അതങ്ങ് ഒരുക്കി പോവുകയാണെങ്കിലേ അങ്ങ് ഒരുക്കി പോട്ടെ. കൊണ്ടുപോയി മുറിയിൽ വെച്ചേ. അതിങ്ങി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ സൂക്ഷിക്കാനും എനിക്കറിയാം. മുത്തശ്ശിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എല്ലാരും വിളിച്ച് കൂട്ടിഘോഷിക്കാൻ? മതിയാക്കടി. എല്ലാ കാലത്തും ഞങ്ങൾ ഒന്നും അറിയാത്തവരെ പോലെ നടന്നതാ. ഇനി അത് വേണ്ട. അമ്മേ, എല്ലാ കാര്യത്തിലും വളം വെച്ച് കൊടുക്കുന്ന പോലെ ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സഹായമെങ്കിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യൂ. ഹലോ ശരത്തെ, ഞാനിപ്പോ വരാം. ശരി ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.